നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം നേരിടുന്നത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് വ്യക്തമാക്കി ധവളപത്രം പുറത്തിറക്കി സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ആകെ കടബാധ്യത. ട്രഷറി പ്രതിസന്ധി രൂക്ഷമാണ്. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവിനായി ഉപയോഗിക്കുന്നു. 2000 കോടി രൂപ മാത്രമാണ് ട്രഷറിയിൽ ഉള്ളതെന്ന് സർക്കാർ. ധവളപത്രം ഉമ്മാക്കിയല്ല, 10 വർഷത്തെ LDF ഭരണത്തിന്റെ കണ്ണാടിയെന്ന് മുഖ്യമന്ത്രി. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കേരളത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് ആരോപിച്ചത് മുഴുവൻ തെറ്റെന്ന് തെളിഞ്ഞെന്ന് പ്രതിപക്ഷം. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്കെതിരെ രൂക്ഷ വിമർശനം. കിഫ്ബി സമാന്തര സർക്കാരായി പ്രവർത്തിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് ബാധ്യതയുണ്ട്. കിഫ്ബി പൊളിച്ചെഴുതേണ്ടി വരുമെന്നും വിദഗ്ധ പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി. കിഫ്ബി ഒരു നല്ല മാർഗമാണെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ടെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം നികത്താൻ സ്വകാര്യ സഹകരണ പങ്കാളിത്തം വേണമെന്ന് ധവളപത്രത്തിൽ ശുപാർശ. വിരമിക്കൽ പ്രായം കൂട്ടാനും ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കാനും പരാമർശം. അതേസമയം പൊതുമേഖലാ പുനഃസംഘടനയിലൂടെ വിറ്റഴിക്കലാണ് ലക്ഷ്യമിടുന്നതെന്നും KSEBയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്തെ ക്ഷേമ പദ്ധതികൾ പലതും അവതാളത്തിലാകുമെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും പൂട്ടുമെന്നും മുൻ മന്ത്രി തോമസ് ഐസക്. പശ്ചാത്തല വികസന കുതിപ്പിന് കടിഞ്ഞാൺ വീഴും. കേരളം വലിയ തിരിച്ചുപോക്കിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നുവെന്നും ധനപ്രതിസന്ധിയുടെ മർമ്മം കേന്ദ്ര സംസ്ഥാന ബന്ധം തന്നെയെന്നും തോമസ് ഐസക്. ഇടത് വലത് സർക്കാർ 5 വർഷം കൂടുമ്പോൾ ധവളപത്രം ഇറക്കുകയും പരസ്പരം പഴിചാരുകയും ചെയ്യുന്നത് പതിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രം പണം നൽകുന്നില്ല എന്നാണ് ഇരുവിഭാഗത്തിന്റെയും ആക്ഷേപം. കേന്ദ്രം നൽകുന്നുണ്ട് എന്ന് നിയമസഭയിൽ പറയുന്ന സർക്കാർ പിന്നീട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കേന്ദ്രം നൽകുന്നില്ലെന്ന് പറയുന്നു. സ്വന്തം പരാജയം മറച്ചുവെക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനും ഊർജ്ജം, വ്യാപാരം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ചർച്ച നടന്നു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ പെൺകുട്ടികളെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അക്ബർ അലിക്കായി തെരച്ചിൽ തുടരുന്നു. പാലക്കാട് കേന്ദ്രീകരിച്ചാണ് പരിശോധന. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് സസ്പെൻഷൻ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ അവഗണനയാണ് പുഴുവരിക്കാൻ കാരണമായതെന്നും ഡ്രസ്സ് ചെയ്ത മുറിവ് കൃത്യമായ ഇടവേളയിൽ പരിശോധിക്കാനോ പുതുതായി ഡ്രസ്സ് ചെയ്യാനോ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ തയ്യാറായില്ലെന്നുമാണ് അന്വേഷണ റിപ്പോർട്ട്. വിശദമായ അന്വേഷണത്തിന് വീണ്ടും ഉന്നതതല സമിതിയെ നിയോഗിക്കും. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് സർക്കാർ. മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനത്തിനും ഉത്തരവ്. മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. CBI അന്വേഷണത്തെ എതിർത്തും പ്രതി PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPM നേതാക്കൾ രംഗത്തെത്തി. ബംഗാളിൽ മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രം. അതേസമയം നിയമസഭാ കക്ഷി ഉപദേഷ്ടാവായി മമതയെ ക്ഷണിക്കുമെന്നും പാർട്ടി പിളർത്താൻ ഉദ്ദേശമില്ലെന്നും പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത ഋതുപ്രതാ ബാനർജി. 8-ാം തീയതി ഡൽഹിയിൽ ചേരുന്ന പ്രതിപക്ഷ യോഗത്തിൽ മമത പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. ചില സ്ഥലങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ലഹരിമരുന്ന് കച്ചവടക്കാരായി മാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. DJ പാർട്ടികളിലും പരിശോധന വ്യാപകമാക്കുമെന്നും കമ്മീഷണർ. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. 1000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. നടൻ സൗബീൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് കേസിലെ പ്രതികൾ. സിനിമയുടെ നിർമ്മാണത്തിനായി പ്രതികൾ പണം മുടക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി. അന്വേഷണ സംഘം പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.